ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു ഉത്തർപ്രദേശിലെ സ്കൂൾ കുട്ടികൾ സമരത്തിലോട്ട് വരുന്നു. അപ്പം അതിനുശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടോ എന്നെനിക്കറിയില്ല. മറ്റു പല റിപ്പോർട്ടുകളും വരുന്നു. രാജസ്ഥാനിൽ ഇതേപോലെ തന്നെ ജനറേഷൻ ജെൻ ആൽഫ അവരും തെരുവിലോട്ട് സ്കൂൾ കുട്ടികൾ വരുന്നു. അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്തുവാ? സ്കൂളിൽ അധ്യാപകരില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അധ്യാപകരും സയൻസ് അധ്യാപകരുമില്ല. സാൻസ്കൃത അധ്യാപകരും മനുസ്മൃതി പഠിക്കുന്ന അധ്യാപകരുമാണ് കൂടുതലുള്ളത്. ഇതിലോട്ടാണ് കാര്യങ്ങൾ പോയത്. അതാണ് ഞാൻ ഈ പറയുന്നത്. RSSന്റെ ക്ലച്ചസിൽ നിന്നും ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മാറ്റണം. മനുസ്മൃതി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ അകത്ത് പറയുന്നത്? ഈ പറയുന്ന ദളിതും ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ്സും ഈ പറയുന്ന ബ്രാഹ്മണൻസിനെ, അതായത് അപ്പർ കാസ്റ്റിനെ ബഹുമാനിക്കണം, അവൻ്റെ കാലിൽ തൊടണം, അവരാണ് ഏറ്റവും വലിയ സംഭവം, അവരാണ് ദൈവങ്ങൾ. ഇതങ്ങോട്ട് പഠിപ്പിക്കുകയാണ് RSSും ഈ സംഘപരിവാറും. അപ്പം അതിനെതിരെയും കൂടെയാണ് ഈ പ്രക്ഷോഭം. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് സ്കൂളിൽ ടോയ്ലറ്റ് ഇല്ല, പെൺകുട്ടികൾക്ക് ടോയ്ലറ്റ് ഇല്ല, പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല, പ്രോപ്പർ ബെഞ്ചില്ല, ഡെസ്ക് ഇല്ല. ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതായത് മോദി ഗവൺമെൻറ്റിനും BJPക്കും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തോട് 1% പോലും താല്പര്യമില്ല. പക്ഷെ മോദി നേരത്തെ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് 10 വർഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസം കാണിച്ചു കൊടുക്കാം. ചുമ്മാ അത് ബ്ലണ്ടർ അടിക്കുകയാണ്. നേരത്തെ പറഞ്ഞു 15 ദിവസം ഇന്ത്യയിലെ കറൻസിയുടെ വാല്യൂ കൂട്ടിത്തരാം. അവസാനം കറൻസി ലോകത്തില്ലാത്ത രീതിയിൽ തകർന്ന് നാശമായി. ഇന്ത്യയുടെ എക്കോണമി മാറ്റിത്തരാം. എടുത്തു നോക്ക് ഇന്ത്യയുടെ എക്കോണമി എന്താണെന്ന്. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ജെൻസിയുടെ ഡൽഹി പ്രൊട്ടസ്റ്റ് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന BJPക്ക് കാര്യങ്ങൾ അവരുടെ രീതിയിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇവരുടെയൊക്കെ നേതാവായിട്ട് വരുന്ന ആരാണ്? കാരണം ആരെയാണ് ഇവർ പോർട്രേ ചെയ്യുന്നത്? ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഗാന്ധിജിയെ റീപ്ലേസ് ചെയ്തു. അവിടെ അംബേദ്കറാണ് കയറി വരുന്നത്. എന്തുകൊണ്ടാണ് കാരണം? ഇത് ഏറ്റവും കൂടുതൽ ദളിത് ആദിവാസി മേഖലയാണ്. അവിടെയാണ് സ്കൂൾ കുട്ടികൾ അതായത് ജനറേഷൻ ജെൻ ആൽഫ അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇവർ അംബേദ്കറെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? കാരണം അദ്ദേഹമാണ് പറഞ്ഞത് ഇതേപോലെയുള്ള ഹീറോ വർഷിപ്പ് പാടില്ല. അതാണ് ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടാകുകയാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ് BJPയുടെ RSSന്റെ വെടി ഇന്ത്യ തീരാൻ പോവുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചു ഹിന്ദി ബെൽറ്റിൽ, പ്രത്യേകിച്ച് UPയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇത്രമാത്രം RSSും BJPയും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മേഖലയിൽ ഇതേപോലൊരു പെനട്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന് ബേസിക് റീസൺസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്നും അതിൻ്റെ ഒരു ചില കണക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ആദിവാസി ട്രൈബൽ ബാക്ക്വേർഡ് ക്ലാസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നടത്തുന്ന ആരാന്ന് നിങ്ങൾക്കറിയോ? ഗവൺമെൻറ് അല്ല, അവിടെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പ്രത്യേകിച്ച് മലയാളി അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ്. നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞിടയ്ക്ക് മധ്യപ്രദേശിൽ ഒരു സ്കൂളിൽ കയറി, സെൻറ്റ് അലോഷ്യസ് സ്കൂളും തോന്നുന്നു, അവിടെ കയറി ബഹളം ഉണ്ടാക്കുന്നു, മതപരിവർത്തനം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട്. ഇത് വാർത്തയിലൊക്കെ വന്നൊരു സംഭവം. സോഷ്യൽ മീഡിയയിലൊക്കെ വരാത്ത പലതുകൊണ്ട് ഇതേ മേഖലയിൽ ഈ ഇവാഞ്ചലിക്കൽ കേരളത്തിൽ നിന്നുള്ള പാസ്റ്റർമാരൊക്കെ വീടുകളിലും ചെറിയ ചെറിയ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവരെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, കുട്ടികളെ അവരെ മാറ്റിയെടുക്കുക, അവരുടെ ജീവിത ക്രമങ്ങൾ മാറ്റിയെടുക്കുക, അറിവ് പകരുക. ഈ സംഭവങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അവിടൊക്കെ കയറി അങ്ങ് പ്രശ്നമുണ്ടാക്കി വലിയ രീതിയിൽ. ചെറിയ ട്യൂഷൻ നടത്തുക, ഈ പാസ്റ്റർമാരുടെ ഭാര്യയും അവർ രണ്ടുപേരും ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷും അതും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവിടെയാണ് ഈ പറയുന്ന മോദിയും ഈ അമിത്ഷായും RSSും കയറി ഹിറ്റ് ചെയ്യുന്നത്. അതായത് ഹിന്ദി മാത്രം പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് പഠിക്കരുത്, ഇംഗ്ലീഷ് രാജ്യദ്രോഹമാണ്. കാരണം ഇവന്മാരുടെ കൂട്ടരെല്ലാം വെളിയിൽ വിറ്റ് ആൾക്കാരെ പഠിപ്പിച്ചേക്കുക. ഈ പട്ടണത്തിൽ ആ പരിപാടി നടക്കുമോ? സിറ്റികളിൽ നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ ഗ്രാമങ്ങളിലോട്ടിറങ്ങി
ഇതേപോലെ ദളിത് ആദിവാസി പ്രദേശങ്ങളിൽ ഇതേപോലെ സംഭവങ്ങൾ അങ്ങ് തുടങ്ങി. നമ്മൾ എന്ത് പറഞ്ഞാലും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഫീസിൻ്റെ സ്ട്രക്ചർ ഈ ദളിത് ആദിവാസി മേഖലയിൽ പോയി, ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഛത്തീസ്ഗഡിൽ പോയി കണ്ടതാണ്. നോമിനൽ ചെറിയ ഫീസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരാ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ ഗവൺമെൻറ് റൺ ചെയ്യാൻ പറ്റുമോ? അപ്പം അതുകൊണ്ടാണ് മനസ്സിലാക്കുക. അതേപോലെ ചെറിയ കാരണം എയ്ഡും അവിടെ സഹായങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്. എന്നാലും ആ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഈ ലോകത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. അപ്പം അതൊരു വലിയ കടമയാണ്, ഒരു ഡെഡിക്കേഷനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൂട്ടർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പിടികിട്ടുന്നില്ല. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അവിടെയാണ് ഇവർ വീണു പോയത്. അതായത് BJP വീഴാനുണ്ടായ പ്രധാന കാരണം, അതായത് പ്രത്യേകിച്ച് ജെൻസിയിലാണെങ്കിലും അതേപോലെ തന്നെ ജനറേഷൻ ആൽഫയിലാണെങ്കിലും വീണു പോകാനുണ്ടായ കാരണം അവരുടെ തെറ്റായ നയങ്ങൾ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പാവം പിടിച്ചവനെയും ദളിതിനെയും ആദിവാസിയെയും തകർക്കുക, അവരുടെ സ്കൂളും അവരുടെ വിദ്യാഭ്യാസവും തകർക്കുക. ഇതവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഈ സ്കൂളുകളൊക്കെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെതിരെയും സയൻസിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുസ്മൃതിയെ സനാതനധർമ്മത്തെയും പൊക്കിപ്പിടിച്ച് കിടക്കുന്നത്. അവരെ തകർക്കുക. അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പം ജനറേഷൻ ആൽഫ. സ്കൂളിലെ കുട്ടികൾ തെരുവിലോട്ടങ്ങ് ഇറങ്ങി. അല്ലാതെ പെട്ടെന്നുണ്ടായ സംഭവമൊന്നും അല്ല. ഉറപ്പായിട്ടും ജെൻസിയുടെ ഡൽഹി പ്രക്ഷോഭം അതിനൊരു പ്രേരണയായി. കാരണം റിസൾട്ട് കിട്ടുമെന്നുള്ള ധാരണയായി. ഇതാണ് പിക്ചർ അങ്ങ് മാറ്റിയത്. അപ്പം ഇതിനെയും തുടരും. അതായത് ഇവരെവിടൊക്കെയാണ് സ്കൂളുകൾ അടിച്ചു പൊളിച്ചത്, ബഹളം ഉണ്ടാക്കിയത്, അവിടൊക്കെ സംഭവം ഉണ്ടാകും. അതേപോലെ തന്നെ സ്കൂളുകളിൽ അപ്പോയിൻമെൻറ്റ് നടത്തുന്നില്ല, ടീച്ചേഴ്സ് പോകുന്നു, ട്രാൻസ്ഫറായിട്ട് പോകുന്നു, എല്ലാം കള്ളത്തരവും പരിപാടിയും. നിങ്ങൾ കണ്ടു കാണും മധ്യപ്രദേശിൽ ഒരു യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ട് അവിടെ ഒരു സാധനമേ ഇല്ല. അവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ആൾക്കാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു, അതേപോലെ തന്നെ അവർക്ക് സാലറി കൊടുക്കുന്നു. അങ്ങനൊരു സംഭവം യൂണിവേഴ്സിറ്റിയോ കോളേജോ അവിടെ ഇല്ല. ഇതേപോലെ പല വെട്ടിപ്പും തട്ടിപ്പുകളായിട്ട് അങ്ങ് ഇറങ്ങി. ഇതിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ അതേപോലെ ചില സിറ്റികളിലുള്ള BJP RSSകാരന്മാർക്ക് എഡ്യൂക്കേഷനൊന്നും ഇല്ല. അവന്മാർക്ക് ബേസിക് എഡ്യൂക്കേഷൻ പോലും ഇല്ല. ആകെ ഈ ശാഖയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അവർക്ക് അതുകൊണ്ടാണ് അവരുടെ വായിൽ നിന്ന് എപ്പോഴും തെറി വരുന്നത്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. അതാണ് അതിൻ്റെ ഇഷ്യൂ. എപ്പോഴും കാള, പശു, ചാണകം, മൂത്രം, ഈ രീതിയിലോട്ടങ്ങ് പോയി. അതായത് ഇന്നത്തെ ദളിത് കമ്മ്യൂണിറ്റി, അതായത് ആദിവാസികളാണെങ്കിലും ഈ കുട്ടികളുടെ കയ്യിലൊക്കെ ഡിജിറ്റൽ ജനറേഷനാണ്. ആദ്യം മനസ്സിലാക്കണം. അവരോട് ഇംഗ്ലീഷ് പഠിക്കണ്ട എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ച ഈ സിറ്റികൾ അതിനെപ്പറ്റി അവർ കാണുകയല്ലേ. കാരണം ജോലി കിട്ടണമെങ്കിൽ ഭാഷ പഠിക്കണം. ഈ പറയുന്ന ഈ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ പഠിച്ച് എന്ത് കുന്തമാണ് കിട്ടാനുള്ളത്? കാരണം ഒരു ലൈഫിലൊരു ഉയർച്ചയെന്ന് പറയുന്ന സാധനം വേണം. അതുപോലെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു തെളിവും കൂടെ പറയാം. അതായത് BJP ആയിട്ട് ഏറ്റവും അടുപ്പക്കാരനായ ഒരു സീനിയർ സുപ്രീം കോടതി ലോയറാണ് ഹരീഷ് സാൽവെ. എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹം വലിയൊരു അഡ്വൈസർ കൂടിയാണ്. ഈ പറയുന്ന മോദിയുടെ, അമിത്ഷായുടെയും പല കേസുകളും സുപ്രീം കോർട്ടിലും പല ഹൈക്കോർട്ടുകളിലൊക്കെ വാദിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് 2 ദിവസം മുമ്പ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ്റെ ഒരു സെമിനാറിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഈ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ഈ ജനറേഷനെ തകർക്കാൻ ശ്രമിക്കരുത്, തിരിച്ചടിക്കും. അതായത് ക്രാക്ക് ഡൗൺ എന്ന് പറഞ്ഞ വാക്കേ നിങ്ങൾ ഉപയോഗിക്കരുത്. അതേപോലെ അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്ത് ഗവൺമെൻറ്റിന്, അതായത് തെറ്റായ രീതിയിലുള്ള സംഭവങ്ങളും അതും ഇതും എല്ലാം കൊടുത്തു. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തുണ്ടായ മാറ്റങ്ങൾ. അവർക്കത് വേണ്ടി വരും. അവർക്കത് കൊടുത്തില്ല എങ്കിൽ പ്രശ്നമാണ്. അതായത് മോദി എന്ന് പറഞ്ഞവരും BJP ഉള്ള കള്ളത്തരങ്ങളും മുഴുവനും പറഞ്ഞങ്ങ് കയറ്റി ഇപ്പം മാറ്റാൻ പോകുന്നു. അവിടെ മാറ്റി, ഇവിടെ മാറ്റി, ഇതൊക്കെ അവർ കാണുകയാണ്. ഈ മെലോനിയെ കാണാൻ മെലഡി ആയിട്ട് പോയതൊക്കെ അതൊക്കെ അവർ കണ്ടിരിക്കുകയാണ്. 76 വയസ്സുകാരൻ്റെ ഫ്ലേർട്ട് എന്തുവാന്നുള്ള സംഭവം.
പിന്നെ ഈ കൊച്ചു പിള്ളേർ ഡാൻസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഇഷ്യൂ. അതായത് BJPയുടെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ആ സംഭവങ്ങളൊക്കെ അങ്ങ് മാറി. അതായത് പുതിയ ജനറേഷൻ ആൽഫയും തെരുവിലോട്ട് വരുന്നു, കർഷകർ തെരുവിലോട്ട് വരുന്നു, ജെൻസി തെരുവിലോട്ട് വരുന്നു, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ തെരുവിലോട്ട് വരുന്നു, ഇന്ത്യയുടെ എക്കോണമി താപ്പോട്ട് പോകുന്നു. ഇതാണ് ഘടകം. ഉറപ്പായിട്ട് ഇവർക്കിത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിൻ്റെ തെളിവുകളാണ് ഓരോന്നും പറയുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ ഗോദി മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്കൂൾ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു, കർഷകരുടെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു, മറ്റുള്ള സ്ഥലങ്ങളിലെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ അത് റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഡൽഹിയിൽ 30 വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു ജേർണലിസ്റ്റ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നറിയാം. പല ജേർണലിസ്റ്റുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടുത്തെ എഡിറ്റോറിയൽ തീരുമാനിക്കുന്ന ഇന്ന് മോദിക്ക് അനുകൂലമായിട്ട് എത്ര സ്റ്റോറി ചെയ്യണം, എത്ര വീഡിയോ ചെയ്യണം, എത്ര റിപ്പോർട്ട് തയ്യാറാക്കണം. അല്ലാതെ ഫെയർ ആയിട്ടുള്ള സംഭവങ്ങളില്ല. പിന്നൊരു ജേർണലിസ്റ്റിന് എന്ത് ജോലിയാണ് ഉള്ളത്? ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തെറിവിളിക്കുന്നതല്ല ജേർണലിസം. നിങ്ങൾ കണ്ടു കാണും, കേരളത്തിൽ ഒരു പ്രമുഖ യൂട്യൂബർ, അയാൾ പക്ഷം മാറി, അവിടെ മാറി, ഇവിടെ മാറി, ഇന്ന് വായിട്ട് നിലവിളിക്കുന്ന രീതി. ഇപ്പോൾ 30 ലക്ഷമുള്ള ഒരാൾക്ക് അയാളുടെ വ്യൂസ് എടുത്തു നോക്ക്. ജനങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇവൻ കള്ളനാണെന്ന്. ഇവൻ പണ്ടേ കള്ളൻ തന്നെയാണ്. കള്ളത്തരങ്ങൾ ഓരോന്ന് പൊളിയാൻ തുടങ്ങി. ഇതേ ഉള്ളൂ സംഭവം. ഇത് ഗോദി മീഡിയയിലും ഉണ്ടായി, അതിനെ അനുകൂലിക്കുന്ന യൂട്യൂബേഴ്സിനുണ്ടായി. യാഥാർത്ഥ്യമാണ്. അതായത് ജനങ്ങൾ ഒരു സമയത്ത് തിരിച്ചറിയും സത്യം എന്താ, കള്ളം എന്താ, കപടത എന്താ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തെരുവിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഡൗൺ എന്ന് പറയുന്ന സംഭവം നടക്കില്ല. ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഇത്രയും വലിയ ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത്. ഇതിനകത്തൊക്കെ RSS ഒലിച്ചു പോകും. അത്രേ ഉള്ളൂ. അവര് ഈ പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ സംഭവമൊന്നും പിടിച്ചു നിൽക്കത്തില്ല. ഇതാണ് ഏറ്റവും, അതായത് ജനറേഷൻ ആൽഫ, ജൻ ആൽഫ ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വലിയ, അതായത് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലോട്ട് മുഴുവൻ അങ്ങ് തിരിയും. അവർക്ക് അവർക്ക് പ്രോപ്പറായിട്ട് സ്കൂളും കെട്ടിടവും ടോയ്ലറ്റും നല്ല അധ്യാപകരും വേണം. അവർക്ക് മനുസ്മൃതി വേണ്ട, അവർക്ക് RSSനെ വേണ്ട. ഇതിനെ എങ്ങനെ ഗവൺമെൻറ് വേണ്ട എന്ന് പറയാൻ സാധിക്കും? അതായത് കാര്യങ്ങൾ മോദിയുടെ കയ്യിലല്ല. അത് മാറുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് സ്കൂൾ കുട്ടികളുടെ സമരം. അതിന് ഗവൺമെൻറ് വില കൊടുക്കേണ്ടി വരും.